മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ പാർവതി ഗിരീഷ്. വാർത്തകൾ വിശദമായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി പാലിയേറ്റീവ് ദിനം ആചരിച്ചു. 80ഓളം പാലിയേറ്റീവ് രോഗികൾക്ക് പുതപ്പും ഫ്ലാസ്കും നൽകി. പഞ്ചായത്ത് തലത്തിൽ നടത്തിയ പരിപാടി ഒറ്റപ്പാലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, കടമ്പൂർ വാർഡ് മെമ്പർ വിജിത എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുധി, വാർഡ് മെമ്പർമാരായ കമലാക്ഷി, വിനീത, ധന്യ, ലത, സനീഷ്, സൗദ, സലീം, ഷമീർ, ഗ്രീഷ്മ, ഗംഗാധരൻ, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് ശോഭന വിനോദിനെ ആദരിച്ചു. തുടർന്ന് ശോഭന വിനോദ്, ഒറ്റപ്പാലത്ത് നിന്നുള്ള നാടൻപാട്ട് കലാകാരി ഉണ്ണിമ എന്നിവരുടെ നാടൻപാട്ട് അവതരണവും നടന്നു. തോട്ടക്കര കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം നടന്നു. മൂകാംബിക ദേവി സ്വരൂപം കുടികൊള്ളുന്ന തോട്ടക്കര കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി വിപുലമായ പരിപാടികളോടുകൂടി മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പനവൂർ മനക്കൽ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച മകരച്ചൊവ്വ മഹോത്സവത്തിൽ ആദ്യ ദിനത്തിൽ ബ്രഹ്മശ്രീ ഹരി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ സർപ്പബലി നടന്നു. 2ാം ദിനത്തിൽ വെള്ളിനേഴി വിനോദ് കുറുപ്പ് അവതരിപ്പിച്ച കളമ്പാട്ടും അരങ്ങേറി. ചരിത്രപരമായി നിരവധി ഐതിഹ്യങ്ങൾ കൂടിയുള്ള ക്ഷേത്രമാണ് തോട്ടക്കര കളരിക്കൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പുരാതന കാലത്ത്, പണ്ട് കാലത്ത് ഇവിടെ ഒരു പുരാതനമായ കളരി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കളരിയുടെ ഏറ്റവും വലിയ പെരുമ 18 തൂണുകളോട് കൂടിയ ഒരു ആയുധ അഭ്യാസ കളരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കളരി പൂമുള്ളി മനയിലെ തമ്പുരാക്കന്മാർക്ക് വേണ്ടി യോദ്ധാക്കളെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി വടകരയ്ക്കടുത്ത് തലശ്ശേരിക്കപ്പുറത്തുള്ള എരിഞ്ഞോളി എന്ന സ്ഥലത്ത് നിന്ന്, കടത്തനാട്ടിൽ നിന്ന് ഒരു കളരി ഗുരു വന്ന് സ്ഥാപിച്ച കളരിയാണെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ആ കളരി ഇവിടെ ഒരുപാട് കാലം വളരെ പ്രതാപത്തോടുകൂടി നിലനിൽക്കുകയും പിന്നീടുള്ള തലമുറയുടെ കാലത്ത് ഇതൊരു എഴുത്തിനിരുത്ത് പോലുള്ള കളരിയായി മാറുകയും വർഷങ്ങളോളം അങ്ങനെ നിലനിന്ന കളരി പിന്നീട് ക്ഷയിച്ച് നാമാവശേഷമാവുകയും ചെയ്തു. വർഷങ്ങളായി വളരെയധികം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഈ പ്രദേശം ആകെ തികച്ചും ഒരു അന്ധകാരത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. ആളുകളൊക്കെ തന്നെ പരസ്പരം സ്നേഹമില്ലാതെ കലഹിച്ചും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം. ആ തരത്തിലുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കൊരു പരിഹാരമെന്നാണ് 2003 ഇവിടെ ഈ കളരിയുടെ ഈ സ്ഥലത്ത് വെച്ച് ഒരു വലിയ താമ്പൂല പ്രശ്നം നടത്തുകയും ആ പ്രശ്നവിധിയിൽ പറയുന്നത് പ്രകാരം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പൂജകളും മറ്റുമായി മുന്നോട്ട് പോയാൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമാധാനം കിട്ടുമെന്നുള്ള ഒരു പ്രശ്നവിധിയെ തുടർന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ അവരവരുടെ പ്രയത്നം കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയും ആ ക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകളുമായി ഏകദേശം 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനു ശേഷം പൂതനം തിറയും കളിയും, തോട്ടക്കര മാളവിക നൃത്തവിദ്യാലയം അവതരിപ്പിച്ച കൈകൊട്ടി കളിയും പ്രസാദകൂട്ടും നടന്നു. വൈകുന്നേരം ഗജവീരന്റെയും പാണ്ഡ്യമേളത്തിന്റെയും അകമ്പടിയോടെ ദേശമെഴുന്നള്ളിപ്പും ക്ഷേത്രസന്നിധിയിൽ മലമക്കാവ് കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച പാണ്ഡ്യമേളവും അരങ്ങേറി. ക്ഷേത്രം എല്ലാ മലയാള മാസത്തിലെയും 30 ചൊവ്വാഴ്ചയാണ് ഇവിടെ നട തുറന്ന് പൂജ നടക്കുക. അതുകൂടാതെ മകരമാസത്തിൽ 3 ദിവസം മകരച്ചൊവ്വയോടനുബന്ധിച്ച് നട തുറന്ന് ഒരു പൂരത്തിന് സമാനമായ ദേശമെഴുന്നള്ളിപ്പും കളമ്പാട്ടും സർപ്പബലി ഉൾപ്പെടെ അന്നദാനം ഉൾപ്പെടെ എല്ലാം വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് പതിവ്.
നവരാത്രി ദിനത്തിൽ അഷ്ടമി, നവമി, വിജയദശമി 3 ദിവസങ്ങളായി പ്രത്യേക പൂജകളും വഴിപാടുകളും മറ്റു പരിപാടികളുമൊക്കെ ഇവിടെ നടത്താം. അതിനപ്പുറം പ്രതിഷ്ഠാദിനമാണ്. ക്ഷേത്രത്തിന് ഇവിടെ താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പനാവൂർ മനക്കിൽ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹമാണ് ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ക്ഷേത്രം നാളിതുവരെയുള്ള അതിൻ്റെ പ്രവർത്തനവുമായി വളരെയധികം മുന്നോട്ട് പോകും. പിരായിരി ഉമാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടന്നു. പിരായിരി ഉമാനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടന്നു. ഉമാനഗർ കോളനിയിൽ വെച്ച് നടന്ന പരിപാടി പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാംപ്രകാശ് സ്വാഗതം പറഞ്ഞു. വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി മുഖ്യാതിഥിയായി. പിരായിരി ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ രമ ചിദംബരൻ, FRAP സെക്രട്ടറി VKR പ്രസാദ്, ഉമാനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ രാമകൃഷ്ണൻ, K വാസുദേവൻ, രാജൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ചിത്രനാരായണൻ നന്ദി അറിയിച്ചു. തുടർന്ന് കോളനിയിലെ അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും മാജിക് ഷോയും നടന്നു. போக்கில் போனேனா உன் பேரும் என் பேரும் ஒன்னா பார்த்தேன். கண்ணாடி முன்னாடி கையானேனா உன் கண்ணு நீ வைக்கும் மையானேனா. கொஞ்சம் பார்க்கணும், கைகள் கோக்கணும், ஜோடி சேர்ந்து லவ்வசாக ஊரை சுத்தணும். ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു.
വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. നെല്ലി, പുളി, മാതളം, പപ്പായ, നാരകം തുടങ്ങിയ ചെടിയിനങ്ങളാണ് വിതരണം ചെയ്തത്. ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു. ഫലവൃക്ഷ തൈ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇത് 3ാം ഘട്ടത്തിലാണ് ഇപ്പോൾ ഫലവൃക്ഷ തൈ വന്നിട്ടുള്ളത്. അത് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വീടുകളിൽ ഫലവൃക്ഷ തൈ വെച്ച് പിടിപ്പിക്കുകയും അതിൽ നിന്നുണ്ടാവണ ഫലങ്ങൾ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെൻറ് തലത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പദ്ധതിയുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് നമ്മുടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ നടന്നു വരികയാണ്. അതിൻ്റെ വിതരണോദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക. വാർഡ് മെമ്പർ സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ജയശ്രീ, രഞ്ജിത്ത്, സുജിത്ത്, കൃഷി അസിസ്റ്റന്റ് ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു. അട്ടപ്പാടിയിൽ ശില്പശാല സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അഗളി BRCയുടെ നേതൃത്വത്തിൽ കുട്ടികളിൽ ചരിത്രാന്വേഷണം വളർത്താൻ പാദമുദ്രകൾ എന്ന പേരിൽ മട്ടത്തുകാട് ഗവ ട്രൈബൽ ഹൈസ്കൂളിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. അട്ടപ്പാടിയുടെ പ്രാദേശിക ചരിത്രത്തെ അടുത്തറിയുക, ചരിത്രാന്വേഷണത്തിന്റെ സാധ്യതകളും പ്രാധാന്യവും മനസ്സിലാക്കുക, ചരിത്രാന്വേഷണ ബോധം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അട്ടപ്പാടിയിലെ ഹൈസ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും സാമൂഹ്യശാസ്ത്ര അധ്യാപകരും ശില്പശാലയിൽ പങ്കെടുത്തു. ചരിത്രത്തിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഇടം എന്ന വിഷയത്തിൽ മൂപ്പൻ സഭാ പ്രസിഡന്റ് ചെറിയ മൂപ്പൻ വിദ്യാർത്ഥികളോട് സംവദിച്ചു. ഗോത്രാഘോഷങ്ങളിൽ ആലപിച്ചിരുന്ന ഗാനങ്ങളും വാദ്യോപകരണങ്ങളും കൃഷിരീതികളും സംസ്കാരവുമെല്ലാം പുതുതലമുറയ്ക്ക് അന്യമാവുകയാണെന്ന ആശങ്ക മൂപ്പൻ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. അട്ടപ്പാടിയുടെ ചരിത്ര സാധ്യതകൾ എന്ന വിഷയത്തിൽ ചരിത്രാന്വേഷിയും വിദഗ്ധനുമായ മാണി പറമ്പോട്ട് ക്ലാസ് എടുത്തു. ശില്പശാലയുടെ ഭാഗമായി ചരിത്രമുറങ്ങുന്ന കൊടുങ്കരപ്പള്ളത്തിലേക്ക് യാത്ര സംഘടിപ്പിക്കുകയും ചരിത്രശേഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഷോളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P രാമമൂർത്തി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അഗളി ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S സനോജ് അധ്യക്ഷനായി. ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ജിതേഷ്, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ KT ഭക്തഗിരീഷ്, മട്ടത്തുകാട് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ മതിവാണൻ മാസ്റ്റർ, ട്രെയിനർമാരായ സജ്ജുകുമാർ, M നാഗരാജ്, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ KV അനീഷ്, നുമി അഗസ്റ്റിൻ, M നിഖിൽ സെഡ് തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മുന്നൂർക്കോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണവും പ്രതിജ്ഞയും എടുത്തു. പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അജിത് കുമാർ, പ്രിൻസിപ്പൽ ലതികകുമാരി, ഹെഡ്മിസ്ട്രസ് വിജയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AK സുരേഷ്, VK വിനോദ്, സ്കൂൾ ഹെൽത്ത് നഴ്സ് രഞ്ജിനി, മുൻ പ്രസിഡന്റ് K ജയദേവൻ, അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. GHSS മുന്നക്കോട് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പുകയില ഉൽപ്പന്നങ്ങളും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. സ്കൂൾ പരിസരങ്ങളിലോ സമീപ പ്രദേശങ്ങളിലോ പുകയിലയുടെ ഉപയോഗം കണ്ടെത്തിയാൽ അക്കാര്യം സ്കൂളിലെ പ്രധാനാധ്യാപകനെയോ അധ്യാപകരെയോ അറിയിക്കാനും ഞാൻ സന്നദ്ധനാണ്. തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ പരുതൂർ ഗ്രാമപഞ്ചായത്തിന് അംഗീകാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2022-23 വർഷത്തെ മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗീകാരം പരുതൂർ ഗ്രാമപഞ്ചായത്ത് നേടി. പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള അംഗീകാരം പരുതൂരിന് ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷത്തിലും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാൻ കഴിയുന്ന പ്രവൃത്തികളാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനിൽ നിന്നും പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ട്രോഫി ഏറ്റുവാങ്ങി. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അട്ടപ്പാടി സന്ദർശിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ് അട്ടപ്പാടിയിൽ സന്ദർശനം നടത്തി. അഗളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ച കമ്മീഷണർ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, സ്റ്റുഡന്റ് പോലീസ് എന്നിവരുമായി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് സംവാദം നടത്തി. വിവരാവകാശ നിയമം എന്തിന്, അതിന്റെ പ്രാധാന്യം, വിവരാവകാശ അപേക്ഷ നൽകുന്ന വിധം, ഫീസ് ഘടന തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. വിവരാവകാശ നിയമം അട്ടപ്പാടിയിലെ എല്ലാ ഊരുകളിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനം നൽകിയ വിദ്യാർത്ഥികളുടെ കോർ ഗ്രൂപ്പ് രൂപീകരിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. 10, +1, +2 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഗ്രൂപ്പ് നിർമ്മിക്കുക. അവർക്ക് നിയമത്തെക്കുറിച്ച് അവബോധം നൽകി അവരിലൂടെ വിവരാവകാശത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാ ഊരുകളിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. ഊരുകളിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പാർകോട്, ഇടവാണി ഊരുകളിൽ സന്ദർശനം നടത്തിയ കമ്മീഷണർ വിവരാവകാശ നിയമത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും ഊര് നിവാസികളുമായും സംസാരിച്ചു. PTA വൈസ് പ്രസിഡന്റ് KG സുനിൽ അധ്യക്ഷത വഹിച്ചു. അഗളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു, SMC ചെയർമാൻ മുഹമ്മദ് ജാക്കീർ, സ്കൂൾ പ്രധാനാധ്യാപകൻ PS അനിൽകുമാർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P സത്യൻ, VHSE പ്രിൻസിപ്പൽ K ശാന്തി, അധ്യാപകരായ രാജി മോൾ, സിസിലി സെബാസ്റ്റ്യൻ, PV ബിന്ദു, സ്മിത M നാഥ്, HR അനീഷ്, നിഷ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെക്സും ജെൻഡറും രണ്ടും രണ്ടാണെന്നും സെക്സ് ഐഡന്റിറ്റി ആണ് ജെൻഡറിനെ നിർണ്ണയിക്കുന്നത് എന്ന തെറ്റായ ധാരണയാണ് പലപ്പോഴും സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന ചിന്തയ്ക്ക് വഴിവെക്കുന്നത്. ജെൻഡർ എന്ന വാക്കിൽ സെക്സിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലിംഗത്തെയും സമത്വത്തെയും കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാവണമെന്ന് ശാസ്ത്രപൂരം 2022ന്റെ ഭാഗമായി ലിംഗസമത്വം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് വിജയരാജ മല്ലിക പറഞ്ഞു. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റിയാണ്. അപ്പോൾ അവിടെ പലപ്പോഴും പറയും സ്ത്രീയും പുരുഷനും തുല്യരല്ല, അവരുടെ തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ. ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്? കാരണം നമ്മളുടെ തെറ്റായ ധാരണ എപ്പോഴും നമ്മുടെ സെക്സാണ്, നമ്മളുടെ സെക്സ് ഐഡന്റിറ്റിയാണ് നമ്മൾ ജെൻഡർ നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു മിഥ്യാബോധം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു സെക്സും ജെൻഡറും രണ്ടും രണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഓർമ്മയില്ലേ, എന്ത് ചിക്കൻ റോളിൽ ചിക്കന് വലിയ റോളില്ല എന്ന് പറയുന്ന പോലെ തന്നെ ജെൻഡർ എന്ന വാക്കിൽ സെക്സ് എന്ന വാക്കിന് വലിയ റോളുകളൊന്നുമില്ല. ചെറിയ റോളുണ്ട്, അതിലേക്ക് വലിയ റോളുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ ജെൻഡർ എന്താണെന്നും ഇക്വാളിറ്റി എന്താണെന്നും നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞിരിക്കണം. പുരുഷനാണോ എന്നുള്ള നിങ്ങളുടെ സെക്സ് നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള നിങ്ങളുടെ ജെൻഡർ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മീശയല്ല. ഇനി ചില പെൺകുട്ടികൾക്ക് മീശ ഉണ്ടാവാം, അവർ ജീവിതകാലം മുഴുവനും ഈ പഴി കേൾക്കുന്നുണ്ട്.
ആണ് പെണ്ണ് അല്ലെങ്കിൽ പെണ്ണാണ്, നീ ഇപ്പോൾ പെണ്ണല്ലേ പിന്നെ മീശ വെച്ചുകൊണ്ട് വരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടാവാം. അവർക്ക് ചിലപ്പോൾ PCOD എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. PCOD ഉള്ള പെൺകുട്ടികളായിരിക്കാം, സ്ത്രീകളായിരിക്കാം. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ചില ഹോർമോൺ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടോ അല്ലാതെയോ മീശ പൊങ്ങിയെന്ന് വരാം. അത് കഴിഞ്ഞ് അവർ പ്രസവിക്കുന്നുണ്ട്, കുട്ടികളുണ്ടാകുന്നുണ്ട്, കുടുംബം നയിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില പുരുഷന്മാർക്ക് 10-75 വയസ്സായാലും മീശ ഉണ്ടാവില്ല. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു നടന് മീശയുണ്ട്, ഏതെങ്കിലും ഹൃതിക് റോഷൻ മീശയുണ്ട്, ഷാറുഖ് ഖാൻ മീശയുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ, സാരില്ല. ഷാറുഖ് ഖാൻ മീശയുണ്ട്, സൽമാൻ ഖാൻ മീശയുണ്ട്. അത് കരുതി അവർ ആരും ആണുങ്ങളാകാതെന്നുണ്ട്. ആ കുട്ടി പറയണം അമിതാഭ് ബച്ചൻ മീശയുണ്ടോ എന്നോട് ചോദിക്കും. നല്ല കുട്ടി ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് അവരാരും ആണുങ്ങളല്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മീശയോ അല്ലെങ്കിൽ മറ്റ് ശാരീരികമായിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് സ്വയം താൻ എന്താണെന്ന് തോന്നുന്നു അതാണ് ആ വ്യക്തിയുടെ ജെൻഡർ. ചരിത്രത്തിൽ ഇന്ന് കുമാരനാശാൻ ഓർമ്മദിനം. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്താൻ സഹായകമായി. ആധുനിക കവിത്രയത്തിൽ ഒരാളുമാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളായി പറയാറുണ്ട്. ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ഒരിക്കൽ കുമാരൻ സുഖമില്ലാതെ കിടന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ അഞ്ചുതെങ്ങ് ശ്രീ ജ്ഞാനേശ്വര ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ അഞ്ചുതെങ്ങ് കായ്ക്കരയിലെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആ മഹായോഗിയും കുമാരവും പരസ്പരം വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ആത്മീയ ബന്ധത്തിൽ ആകൃഷ്ടരായി. കുമാരൂവിന്റെ സ്തോത്ര കവിതകൾ ഗുരുവിനെ അത്യന്തികം ആകർഷിച്ചു. ശൃംഗാര കവിതകളുടെ രചനകളിൽ ഇനി മുഴുകരുതെന്ന് ഗുരു കുമാരൂവിനെ ഉപദേശിച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന സുദൃഢമായൊരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ചൈതന്യം കുമാരൂവിനെ ക്രമേണ യോഗിയും വേദാന്തിയുമാക്കി. കുറച്ചുകാലം അഞ്ചുതെങ്ങ് കായ്ക്കരയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയായി. ഉദ്ദേശം 20 വയസ്സ് പ്രായമായപ്പോൾ കുമാരു വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെന്നുകൂടി അന്തേവാസിയായി. മതഗ്രന്ഥ പാരായണത്തിലും യോഗാസനത്തിലും ധ്യാനത്തിലും ഒഴുകി. അക്കാലത്ത് അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ അദ്ദേഹത്തെ കുമാരനാശാൻ എന്ന് വിളിച്ചു തുടങ്ങി. അല്പകാലം അവിടെ കഴിഞ്ഞ ശേഷം കുമാരനാശാൻ നാട് വിട്ട് ഏകനായി കുറ്റാലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മലമ്പനി ബാധിച്ചു. ഈ യാത്രയുടെ അവസാനം അരുവിപ്പുറത്തായിരുന്നു. ഇക്കാലത്ത് ആശ്രമവാസികൾക്ക് വേണ്ടി കുമാരനാശാൻ രചിച്ച കീർത്തനമാണ് ശാങ്കര ശകൃതം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.